ഒരേ രോഗം ഒരേ മരുന്ന് 2 രോഗികൾക്ക് ഉണ്ടായി. ഒരാൾ വേഗം സുഖപ്പെട്ടു, മറ്റൊരാൾക്ക് കൂടുതൽ സമയം വേണ്ടി വന്നു സുഖപ്പെടാൻ. എന്തുകൊണ്ടാണ് കാരണം? ഇവിടെ മരുന്ന് മാത്രമല്ല, മനസ്സും അതിലൊരു പങ്ക് വഹിക്കുന്നത് മനസ്സിലാവില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ വിവരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിങ്ങനെ ഹൃദയമിടിപ്പ് കൂടിയുണ്ടോ നോക്കും, ശ്വാസോച്ഛ്വാസം ഒക്കെ നോക്കും, വേദന വരുന്നുണ്ടോ, ക്ഷീണം വരുന്നുണ്ടോ, ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. പക്ഷേ തലച്ചോറിങ്ങനെ വെറുതെ വിവരങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവക്കൊരു അർത്ഥവും നൽകുന്നത്. അതുകൊണ്ടാണ് ഒരേ സാഹചര്യം 2 ആളുകൾ 2 രീതിയിൽ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറുന്ന കാര്യത്തിലാണെങ്കിൽ ഒരാൾക്ക് ആവേശമാണ്, മറ്റൊരാൾക്ക് അതേ സ്റ്റേജ് ഭയമാണ്. സ്റ്റേജ് അത് തന്നെ അല്ലേ, മാറിയത് തലച്ചോറിൻ്റെ പ്രവചനം. ഇതിനെയാണ് പ്രിഡിക്റ്റീവ് ബ്രെയിൻ എന്ന് പറയുന്നത്. തലച്ചോറ് ആദ്യം ഒരു പ്രവചനം ഉണ്ടാക്കും, ഒരു കാര്യം കൂടെ പറയും, പിന്നീട് ആ പ്രവചനത്തിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് തലച്ചോറ് പരിശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന വാക്കുകളുണ്ടല്ലോ, വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ചിന്തകളുണ്ടല്ലോ, വീണ്ടും വീണ്ടും അനുഭവിക്കുന്ന വികാരങ്ങളുണ്ടല്ലോ, അത് തലച്ചോറിനെ പതിയെ മാറ്റാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്കെപ്പോഴും കഴിയില്ല എന്ന് പറയുന്ന ഒരാളുടെ തലച്ചോറ് പുതിയ അവസരങ്ങൾ വന്നാലും അതിൽ അപകടം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഞാൻ പഠിച്ചെടുക്കുമെന്ന് പരിശീലിപ്പിച്ച ഒരാളുടെ തലച്ചോറിൽ അതേ സാഹചര്യത്തിൽ സാധ്യതകളാണ് ആദ്യം കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ പുറം ലോകം മാത്രം മാറ്റിയാൽ പോരാ, നമ്മുടെ ബ്രെയിന് ലോകത്തെ ഇങ്ങനെ പ്രവചിക്കുന്നു എന്നത് മാറ്റാം. കാരണം നമ്മൾ കാണുന്നത് എപ്പോഴും യാഥാർത്ഥ്യമല്ല, നമ്മുടെ ബ്രെയിന് പ്രതീക്ഷിക്കുന്ന യാഥാർത്ഥ്യം. അതാണ് കാണുന്നത്. നമ്മൾ ഒരിക്കലും യാഥാർത്ഥ്യം കാണുന്നില്ല, നമ്മുടെ ബ്രെയിൻ പ്രതീക്ഷിക്കുന്ന യാഥാർത്ഥ്യം. അത് ബ്രെയിൻ നമ്മുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തുന്ന യാഥാർത്ഥ്യം, അത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇനി യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായത് മാത്രം എന്ന് തീരുമാനിക്കേണ്ട ധൈര്യം നിങ്ങൾക്ക് കിട്ടും. 2 സാധ്യത നിങ്ങൾ കാണും, പക്ഷേ അതിൽ നിങ്ങൾക്ക് അനുകൂലമായത് മാത്രമേ നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഡിറക്ഷൻ മാറും.